ഇപ്പോൾ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഹെഡ്ഗാവർ വിവാദത്തെ തുടർന്ന് പാലക്കാട് വൻ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. പല ആളുകളും കുഴിഞ്ഞു വീഴുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? സമാധാനപരമായിട്ടൊരു കൗൺസിൽ യോഗം നടത്താനിരിക്കുന്നതിനിടയിലേക്ക് കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും CPM ആളുകളും ഈ കയ്യേരിവാൾ പാർട്ടിയുടെ ആളുകളാണ് ഒരുമിച്ച് കൗൺസിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഭാ നടപടികൾ നിർത്തിവെക്കാറുണ്ട്. അവിടെ നഗരസഭയുടെ കാര്യങ്ങൾ നിർത്തിവെക്കാറുണ്ട്. അവിടെ ഈ സമാധാനപരമായി നടക്കുന്ന കൗൺസിലിലേക്ക് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ഈ കയ്യേരിവാൾ പാർട്ടിയുടെ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ ചെയർപേഴ്സന്റെ ചേംബറിനകത്തേക്ക് കടന്ന് കയറാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ ചെയർപേഴ്സണെ ഉൾപ്പെടെ ഉന്തുകയും തള്ളുകയും അവരുടെ മുടി വരെ പിടിച്ച് വലിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ കൗൺസിൽ ഇത്തരത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചെയ്യാറുള്ള പ്രക്രിയ എന്ന് പറയുന്നത് വോട്ടിങ്ങിനിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ വോട്ടിങ്ങിന് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും BJPയുടെ ഭരണസമിതിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക് അവിടെ ഈ ഹെഡ്ഗേവാറുടെ നാമകരണവുമായി ബന്ധപ്പെട്ട അജണ്ട പാസ്സാവും എന്ന ബോധ്യമുള്ളതുകൊണ്ട് അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കോൺഗ്രസിന്റെയും CPMന്റെയും പ്രവർത്തകന്മാരുടെയും കൗൺസിലർമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസും അതുപോലെ തന്നെ CPM പറയുന്ന ഒരു കാര്യമാണ്, പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, കൗൺസിലർമാർ അല്ലാതെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നാണ്. ഇത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രശാന്ത് പറയുന്നത്? അല്ല, അതിനകത്ത് സന്ദർശക ഗാലറിയിലേക്ക് ആർക്ക് വേണമെങ്കിലും കൗൺസിൽ നടക്കുന്ന സമയത്ത് അവിടെ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ BJPയുടെ ആളുകളല്ല, കോൺഗ്രസിന്റെ ആളുകളും CPMന്റെ ആളുകളും BJPയുടെ ആളുകളും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും കൗൺസിലിന്റെ സന്ദർശക ഗാലറിയിലേക്ക് എത്തുന്നതിന് യാതൊരു എതിർപ്പുമില്ല. അവിടെ സന്ദർശക ഗാലറിയിൽ ഇതിനു മുൻപും ആളുകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നിട്ടുണ്ട്. അവിടെ പ്രത്യേക അജണ്ടയോടുകൂടി ആരും വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ ആളുകളാണ് കൊടികൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് കൗൺസിൽ ഹാളിനകത്തേക്ക് പ്രവേശിച്ച് അക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, സ്ത്രീകൾ അടക്കമുള്ള കൗൺസിലർമാർക്കാണ് പരിക്കേറ്റുള്ളത്. ഇവരുടെ ഒരു നിലവിലെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇവരെ ആശുപത്രിയിൽ തന്നെ തുടരുകയാണോ? അല്ല, ഇവിടെ സംഘർഷം ബോധപൂർവ്വം ഉണ്ടാക്കണം എന്നുള്ള ഭാഗത്തുനിന്നുള്ള ശ്രമം നടത്തിയത് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെയാണ്. പോലീസുകാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഈ ചെയർമാന്റെ ചേംബറിനകത്ത് വരെ കയറി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതായിരുന്നു. കഴിഞ്ഞ തവണ സംഘർഷം ഈ നഗരസഭയുടെ ബഡ്ജറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ശിലാസ്ഥാപന ദിവസം ഉണ്ടായ അതേ ആളുകൾ തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. അന്ന് നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അവർക്കെതിരെ PDPP വകുപ്പ് ചുമത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇത്തരത്തിലൊരു അക്രമ പരമ്പരയ്ക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് പോലീസിന്റെ നിഷ്ക്രിയത്വമുണ്ട്. ഈ ഭാരതീയ ജനതാ പാർട്ടി വികസനവുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ഈ പേരുമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? കൗൺസിലിനകത്ത് അത് പാസ്സായി കഴിഞ്ഞു ആ അജണ്ട. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം എങ്ങനെയായിരുന്നു? പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ഈ ശിലാസ്ഥാപനം ഉയർത്ത ആളുകൾക്കെതിരെ ഇനിയും PDPP വകുപ്പ് പോലും ചുമത്തിയിട്ടില്ല. പിന്നെ ഇന്ന് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അക്രമങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് മുൻകൂട്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തേണ്ടതായിരുന്നു. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. CPMന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ, കയ്യേരിവാൾ പാർട്ടിയുടെ ആളുകൾ ഒരുമിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.